ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തഞ്ചാവൂർ സീരീസിലെ ലാസ്റ്റ് ക്ഷേത്രമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഗംഗൈകൊണ്ട ചോളപുരം. ഇതാണ് ആ ക്ഷേത്രം. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം പോലെ പണി കഴിപ്പിക്കാൻ ശ്രമിച്ച് പകുതിയാക്കേണ്ടി വന്ന ഒരു ക്ഷേത്രമാണിത്. രാജരാജ ചോളന്റെ മകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത്. AD 1023 രാജേന്ദ്ര ചോളൻ ഗംഗൈകൊണ്ട ചോളപുരം എന്ന പേരിൽ ഈ പട്ടണം പണി കഴിപ്പിച്ചത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ഗംഗാ സമതലം വരെ പട നയിച്ച് വിജയിച്ച വീരരാജാവായിരുന്നു രാജേന്ദ്ര ചോളൻ. ഗംഗാ സമതലം വരെ കാൽ കീഴിലാക്കിയ രാജേന്ദ്ര ചോളന് ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് വിളിച്ച് ബഹുമാനിച്ചിരുന്നു. നമ്മൾ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ കണ്ട പോലെ അത്ര വലിയ നന്ദി അല്ലെങ്കിലും ഇവിടെയും ആദ്യം തന്നെ ഒരു കൊടിമരവും നന്ദികേശനോ ആണ് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ളത്. ഇത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ നന്ദിയല്ല കേട്ടോ. നമ്മൾ പെരിയ കോവിലിൽ കണ്ട പോലെ തന്നെ വലിയ 2 കരിങ്കൽ തൂണുകൊണ്ടാണ് കവാടം നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദ്വാരപാലകന്മാരും ഉണ്ടായിരുന്നു. അതാണ് എൻട്രൻസിൽ താഴെയാണ് വെച്ചിരിക്കുന്നത്. സാധാരണ അത് മേലെയാണ് ഉണ്ടാവാറ്. പക്ഷെ അതും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഈ കാണാൻ പോകുന്ന ആദ്യത്തെ ഗോപുരമാണ് ഇതുപോലെ തൂണുകൾ മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പൊ പണി പൂർത്തിയാക്കാത്ത ഒരു ക്ഷേത്രമാണിത്. അതിന്റെ കഥ വഴിയെ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത്. ചോളന്മാരുടെ ആർക്കിടെക്ചർ വളരെ വ്യത്യസ്തമാണ്. ഈ അമ്പലത്തിൽ നോക്കുവാണെങ്കിൽ അത് നേരെ നമുക്ക് എൻട്രൻസ് ഇല്ല. ഇതേപോലെ തെക്ക് വശത്തു നിന്നും വടക്ക് വശത്തു നിന്നും കൂടിയിട്ടാണ് നമുക്ക് സ്റ്റെപ്പ് വഴി എൻട്രൻസ് ഉള്ളത്. പെരിയ കോവിലില് നേരെ എൻട്രൻസ് ഉണ്ട്. പക്ഷെ അത് അഡീഷണൽ ആയിട്ട് മറാഠ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതാണ് അമ്പലത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസ്. ആദ്യം തന്നെ ഗണപതി ഭഗവാനുണ്ട്. പിന്നെ 2 ദ്വാരപാലകന്മാർ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ഇവിടെയും ശിവഭഗവാനാണ് പ്രതിഷ്ഠ. പിന്നെ ഈ ദ്വാരപാലകന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് പണി പൂർത്തിയായിട്ടില്ല. രാജേന്ദ്ര ചോളന് ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് വരാൻ എന്താണ് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഓർമ്മയ്ക്കായിട്ടാണ് രാജേന്ദ്ര ചോളൻ തഞ്ചാവൂരിന്റെ തലസ്ഥാനം ഗംഗൈകൊണ്ട ചോളപുരം എന്ന പേരിൽ പുതിയ പട്ടണം നിർമ്മിച്ച് അരിയല്ലൂർ എന്ന ഗ്രാമത്തിലോട്ട് കൊണ്ടുവന്നത്. തുടർന്ന് AD 1023 മുതൽ AD 1279 ചോള സാമ്രാജ്യം അസ്തമിക്കുന്നത് വരെ ചോള സാമ്രാജ്യ തലസ്ഥാനമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം. AD 1023 ഗംഗൈകൊണ്ട ചോളപുരം എന്ന പട്ടണം സ്ഥാപിച്ച ശേഷം AD 1027 മുതൽ 1036 വരെയുള്ള കാലയളവിലാണ് രാജേന്ദ്ര ചോളൻ തന്റെ പിതാവ് രാജരാജ ചോളൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തെ പോലെ ഈ ക്ഷേത്രവും നിർമ്മിച്ചത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് കരുതപ്പെടുന്നത്. tadim tatikitaku dim tadim tatikitaku dim dim tadim tatikitaku da tam tataka junuda 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 takadinata 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 takidata 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 നമ്മൾ തഞ്ചാവൂര് ബൃഹദീശ്വര ക്ഷേത്രം കണ്ടതുപോലെ അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെയും കാണാനായിട്ട് സാധിക്കുക. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ അമ്പലത്തിന്റെ പണി മുഴുവനാക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു സമയം ആയപ്പോഴേക്കും അവിടെ അതിരൂക്ഷമായ ക്ഷാമം വന്നു എന്നും അതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലം അച്ഛൻ പണിത അമ്പലമാണ് ബൃഹദീശ്വര ക്ഷേത്രം. അച്ഛനെ തോൽപ്പിക്കാനായി മകൻ അതുപോലെയുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചത് കൊണ്ട് ശാപം കിട്ടിയിട്ട് അങ്ങനെയും പണി തീർക്കാൻ പറ്റിയില്ല എന്നും മറുഭാഗം പറയുന്നവരുണ്ട്. It's
ചോള സാമ്രാജ്യകാലത്തെ 3 അതിവിശേഷപ്പെട്ട ക്ഷേത്രങ്ങളാണിത്. 3 തലമുറയും ചെയ്ത ക്ഷേത്രങ്ങളാണ്. ഐരാവതേശ്വര ക്ഷേത്രത്തില് രാജേന്ദ്ര ചോളന്റെ മകനാണ് ചെയ്തത്. ബൃഹദീശ്വര ക്ഷേത്രം രാജരാജ ചോളൻ, ഗംഗൈകൊണ്ട ചോളപുരം രാജേന്ദ്ര ചോളൻ. അങ്ങനെ അച്ഛൻ, മകൻ, ചെറുമകൻ എന്നിവർ ചെയ്ത 3 തലമുറയിലെ ക്ഷേത്രങ്ങളാണ് നമ്മൾ 3 വീഡിയോയായിട്ട് കണ്ടത്. ചോള സാമ്രാജ്യകാലത്ത് പണിത ക്ഷേത്രങ്ങളെല്ലാം ഞാൻ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ അകത്തു നിന്നും പുറത്തോട്ടാണ് ഇവര് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യം സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തി, പിന്നീട് ശ്രീകോവിൽ പണിത് അതിന്റെ ഗോപുരം, അതായത് ഭീമാനം എന്നാണ് തമിഴ്നാട്ടിലെ ഗോപുരത്തെ പറയുന്നത്, അത് പണിത് പിന്നീട് ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടും ചുറ്റുമുള്ള കെട്ടിടങ്ങളും പണിയുകയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രവും പണിതിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള കെട്ടിടങ്ങളൊക്കെ പണിയുന്നതും കൊത്തുപണികൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്ഷാമം വന്നതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാനും സാധിച്ചില്ല. ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ ഒരു ജീവിക്കുന്ന സ്മാരകമായിട്ടാണ് ഈ ക്ഷേത്രം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ഗംഗൈകൊണ്ട ചോളപുരം എന്ന ഈ ക്ഷേത്രത്തിലാണ്. ഐരാവതീശ്വര ക്ഷേത്രത്തില് 1 കോടിയിൽ പരം ശില്പങ്ങളാണുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശില്പങ്ങൾ നമ്മൾ കണ്ടത്. ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഏറ്റവും വലിയ ക്ഷേത്രം എന്നുള്ള ഒരു പേരുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ 3 തലമുറയിൽ പണിത 3 രാജാക്കന്മാർക്കും ഓരോ പ്രത്യേകതകൾ വീതമാണ് ഓരോ ക്ഷേത്രത്തിനും കൊടുത്തിട്ടുള്ളത്. Dim tati takerdum ta, dim tati takerdum ta, dim tati takerdum ta. Tadim tati kitaku dim, tadim tati kitaku dim, dim tadim tati kitaku ta, tam tataka junuda, 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 takadinata, 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 kitata, 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 tata, tata. ഈ ക്ഷേത്രത്തിലും ഇതുപോലെ പല എഴുത്തുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതേപോലെ എഴുത്തുകളുണ്ട്. ഓൾഡ് തമിഴ് ലിപിയാണ്. ഈ ക്ഷേത്രം എങ്ങനെ പണിതു, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നായിരിക്കാം എഴുതി വെച്ചിട്ടുള്ളത്. ഇത് 2 വലിയ ദ്വാരപാലകന്മാരാണ് ഈ ഒരു എൻട്രൻസിലുള്ളത്. ഇത് ക്ഷേത്രം തുറന്ന് അവിടെ നിന്ന് നമ്മൾ തൊഴുത് ഇറങ്ങി വരുന്ന ഒരു ഏരിയ ആണ്. അവിടെയുള്ള ശില്പങ്ങളാണ് ഈ കാണുന്നത്. ഈ ശില്പങ്ങളിലെ പലതിനും പല രൂപവുമില്ല. അതായത് പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന്റെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പലതും അപൂർണങ്ങളാണ്. ഇവിടെ ഒന്നും കൊത്തുപണികളൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല ശില്പത്തിന്റെയും കൊത്തുപണികൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ.
ഈ ക്ഷേത്രത്തിലും പല ഉപദേവതകളുടെ പ്രതിഷ്ഠകളുണ്ട്. ഗണപതി, പാർവതി ദേവി, സുബ്രഹ്മണ്യ, അങ്ങനെ പല ഉപദേവതകളുടെ പ്രതിഷ്ഠകളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പണി ഏകദേശം കഴിയാറായി, പക്ഷെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ചുറ്റുമണ്ഡപമായിട്ട് ഉണ്ടാക്കാനായിരിക്കാം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവുക. നമ്മൾ തഞ്ചാവൂരിൽ കണ്ടല്ലോ കുറെ ശിവലിംഗങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് ഒരു വലിയൊരു ചുറ്റുമണ്ഡപം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കാം ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. രാജേന്ദ്ര ചോളൻ യുദ്ധത്തിൽ നേടിയ വിജയസ്മാരകമായിട്ട് ആന്ധ്രാപ്രദേശ്, കർണാടക, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പല തർക്കങ്ങളും നിലനിന്ന് വരുന്നുണ്ട്. ഈ ക്ഷേത്രം പണി പൂർത്തിയായതാണോ അതോ തകർക്കപ്പെട്ട രീതിയിലാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ വേറെ 2 ഭാഗങ്ങളും പറയപ്പെടുന്നുണ്ട്. അച്ഛനെ തോൽപ്പിക്കാനായിട്ട് മകൻ പണിത ഈ ക്ഷേത്രം ആയതുകൊണ്ട് ശാപം കിട്ടിയ ഒരു ക്ഷേത്ര നിർമ്മിതിയാണെന്നും പറയപ്പെടുന്നു. അതായത് അച്ഛൻ വലിയ ഒരു ക്ഷേത്രം പണിതുകൊണ്ട് മകൻ അതുപോലെ നിർമ്മിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ശാപം കിട്ടി എന്നൊക്കെ പറയപ്പെടുന്നു. അതുപോലെ തകർക്കപ്പെട്ടതാണോ യുദ്ധത്തില് എന്നും ഒരു ചോദ്യമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് വരുന്ന തലമുറയ്ക്ക് ഇതെല്ലാം കണ്ട് ഇതേപോലെ നമ്മുടെ സംസ്കാരവും അതുപോലെ ഇതുപോലെയുള്ള നിർമ്മിതികളും കാണാൻ സാധിച്ചത് തന്നെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങളിലൊന്നായി കരുതുന്നു. അങ്ങനെ തഞ്ചാവൂർ യാത്രയിലെ അവസാനത്തെ ക്ഷേത്രവും കണ്ട് മടങ്ങുകയാണ്. എന്റെ ഈ 3 ക്ഷേത്ര വിവരണവും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ പോലെയുള്ളവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനായിട്ട് പ്രചോദനം നൽകുന്നത്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ഫ്രം കൃപ വ്ലോഗ്സ്. Kejunu, tak tak kejunu, tak tak kejunu, tak tak tak.